ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാൻ. ബട്ടറെല്ലാം ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറിയ പീസായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി അടുത്തതായി ഒരു പൊട്ടാറ്റോ ചെറിയ പീസായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എല്ലാതും കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പൊട്ടാറ്റോ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഈ കോഴിമുട്ടയുടെ മുകളിലായി അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കാം. ഇനി ഈ എഗ്ഗിലേക്ക് ആവശ്യമായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എഗ്ഗ് നന്നായി കുക്കായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്